ഹലോ ഗൈസ്, ഈ ഫ്രൂട്ട് ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് പേഴ്സിമൻ ഫ്രൂട്ട്. കക്കി ഫ്രൂട്ട് എന്നും മധുരപ്പഴം, അതുപോലെ ഗോൾഡൻ ആപ്പിൾ, അങ്ങനെ പല പല പേരുണ്ട് കേട്ടോ. ഇതിന് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് പെട്ടെന്ന് കാണുമ്പോൾ തക്കാളി പോലെ ഉണ്ട് കേട്ടോ. ഇതിനൊത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. വിറ്റാമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ടേസ്റ്റും നല്ലതാണ്, നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേ ഇങ്ങനെ ഉണ്ടാവുക, നല്ല ഭംഗിയില്ലേ കാണാൻ. ചിലതിൽ കുരു ഉണ്ടാവും, ചിലതിൽ കുരു ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഒരു പുഡിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പാലിൽ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ 1/2 ഗ്ലാസ് പാലിൽ ഒരു 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം ഒരു ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നട്ട്സ് ഇട്ട് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തണിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ പേഴ്സിമൻ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് അതിലെ പൾപ്പൊക്കെ എടുത്ത് അത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് അത് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ അതൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിൽക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടി ചേർത്ത് വീണ്ടും 1 മണിക്കൂറോളം ഞാനത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. കട്ട് ചെയ്യുമ്പോൾ ഒക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.